ഹോം റിനോവേഷൻ താൻ കളിച്ച് വളർന്ന് നടന്ന സ്വന്തം വീട്, അല്ലെങ്കിൽ നമുക്ക് ആൻസിസ്റ്ററിലായിട്ട് കിട്ടിയ വീട്, നമ്മൾ ഇത്രയും നാൾ ജീവിച്ച വീട്, പലർക്കും ഒരു കൺസേൺ കാണും. പൊളിച്ച് പണിയണോ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യണോ എന്നുള്ളത്. ഹോം റിനോവേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത്. വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോം റിനോവേഷൻ, വീട് പുതുക്കി പണിയുക എന്നുള്ളത് പല തരങ്ങളിലായിട്ട് ഉണ്ട്. അതായത് നമുക്ക് ഒരു വീടുണ്ട്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെയുള്ള ഫുൾഫിൽ ചെയ്യുന്ന നല്ലൊരു വീടാണ്. എന്നാൽ അതിനെ ഒരു മോടി കൂട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് വീടിൻ്റെ ഫ്രണ്ടൊക്കെ പഴയതുപോലെയായി ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇൻഡസ്ട്രിയുടെ അനുസരിച്ചുള്ള ഒരു നല്ല ലുക്ക് വരുത്തണം. അതിനനുസരിച്ച് ഒന്നുകിൽ കറണ്ട് ഇൻഡസ്ട്രി ലുക്ക് വരുത്തണം, അല്ലെങ്കിൽ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു മോഡേൺ ആർക്കിടെക്ചറൽ, അല്ലെങ്കിൽ ഒരു കണ്ടംപററി രീതിയിലേക്ക് നമുക്ക് മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു റിനോവേഷൻ നമുക്ക് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ റിക്വയർമെൻറ്റ് ഇച്ചിരി വലുതാണ്. അതായത് എനിക്ക് പുതിയ അപ് ടു മാർക്കറ്റ് ഒരു വീട് എനിക്ക് വേണം. അതോടൊപ്പം തന്നെ എൻ്റെ പഴയ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ കുറവാണ്, റൂമിൻ്റെ വലുപ്പങ്ങളൊക്കെ കുറവാണ്, അതൊക്കെ ഒന്ന് മാറ്റണം. പഴയ രീതിയിലുള്ള അന്നത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ളൊരു വീടാണ് വെച്ചത്. അതിനനുസരിച്ച് ഉള്ള മുറികളുടെ എണ്ണം കുറവാണ്. ഇനിയും എനിക്ക് കുറച്ചും കൂടെ അധികം മുറികളൊക്കെ വേണം എന്നുള്ളൊരു ഐഡിയൽ റിനോവേറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു നിലയേ ഉള്ളൂ, എനിക്ക് താഴത്തെ നിലയിൽ എനിക്ക് വലിയ വർക്കില്ല, പക്ഷേ മുകളിലോട്ടൊരു സ്റ്റെയറൊക്കെ ചെയ്ത് അതിനെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലും ഒരു 2 ബെഡ്റൂം കൂടെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ആ വീട് തന്നെ 2 മുറി മുകളിലോട്ട് പിടിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ നല്ലതായിട്ട് ഡിസൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്ത് വരണം എന്ന് ചിന്തിക്കുന്ന അടുത്ത ഒരു ടൈപ്പ് റിനോവേഷനുണ്ട്. അങ്ങനെ റിനോവേഷൻ പല വിധങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ റിനോവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ചാണ്. ചില കേസുകളിൽ ഇതിന് ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട് പൊളിച്ച് പുതിയ വീട് പണിയണോ അതോ റിനോവേറ്റ് ചെയ്താൽ മതിയോ എന്ന് കൺഫ്യൂഷനിലിരിക്കുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ എങ്ങനെ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനിൽ അതോടെ തന്നെ ക്വാളിറ്റിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. റിനോവേഷനുകൾ പല വിധത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള റിനോവേഷൻസ്. നമ്മൾ ഒരു വീട് പണിയുമ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ പണ്ട് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പണ്ട് ചെയ്തതോ ആയിട്ടുള്ള വീട്, അന്ന് ആ വീട് ചെയ്യുമ്പോൾ അന്നത്തെ നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റും അന്നത്തെ കാലത്ത് അത് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടായിരിക്കാം. പക്ഷേ ഇന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പല കാര്യങ്ങളിലും, അതായത് നമ്മുടെ ആ വീടിന് പല പോരായ്മകളുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ റിനോവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു റിനോവേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു എൻജിനീയറോ ഒരു ആർക്കിടെക്റ്റിനെയോ തീർച്ചയായിട്ടും ബന്ധപ്പെടണം. കാരണം വേറൊന്നുമല്ല, റിനോവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പുതിയ വീട് പണിയുന്നതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കും എന്ന് എല്ലാവരും പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് റിനോവേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. റിനോവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇത് നമ്മൾ പൊളിച്ച് പണിയുകയാണ്, അതുകൊണ്ട് തന്നെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുന്ന ഒരു ഫീല് ഉണ്ടാകും എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. നമ്മളിപ്പോഴത്തെ ഒരു ഡിസൈൻ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഉള്ള ക്വാളിറ്റി വർക്ക്മാൻഷിപ്പ്, നമുക്കിപ്പോൾ ഉള്ള ഏറ്റവും നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ റിനോവേഷനുകൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ തന്നെ സാധിക്കും. പുതിയ വീടുകളുടെ ആ ലുക്കിൽ തന്നെ നമുക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചെറിയ ലിമിറ്റേഷൻസ്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസൈൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പുതിയ വീട് പണിയുന്നത് പോലെ അകത്ത് ചില സൗകര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്ന് വരും. ചില ഭിത്തികളൊക്കെ പൊളിച്ച് മാറ്റി ചെയ്യുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായെന്നിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ അസൗകര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിസൈനിൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ട ചില റിക്വയർമെൻറ്റ്സിൽ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒരു കറണ്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു നല്ല ഒരു ഭവനം തന്നെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ
ഒരു എൻജിനീയറുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചറൽ ഫേമുമായിട്ടോ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രീ ഡിസൈൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്രീഫിങ് നമ്മൾ ചെയ്തിരിക്കണം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു സെഷൻ വെക്കാറുണ്ട്. കാരണം ക്ലയൻറ്റിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഇപ്പോഴുള്ള വീടിൻ്റെ പ്ലാന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വരയ്ക്കും. അതായത് ഇപ്പം നമ്മുടെ ക്ലയൻറ്റ് താമസിക്കുന്ന വീടിൻ്റെ പ്ലാന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ വരയ്ക്കും. വിത്ത് ഡോറിൻ്റെ വിൻഡോസിൻ്റെ എല്ലാം പൊസിഷൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലയൻറ്റുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് ഓരോരോ മാറ്റങ്ങൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ചില റൂമുകളുടെ വലിപ്പം കൂട്ടണമെന്ന് പറയും, ചില മുറികൾ മേളിലോട്ട് വേണമെന്ന് പറയും, ചിലയിടത്ത് പെർഗോളാസ് വേണമെന്നുള്ള ആഗ്രഹം കാണും, ഒരു കോർട്ട്യാർഡ് വേണമെന്നുള്ള ആഗ്രഹം കാണും. കിച്ചൺ നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നു, അത് ഓപ്പൺ കിച്ചൺ ആക്കണം എന്നുള്ള ആഗ്രഹം ക്ലയൻറ്റിന് കാണും. നേരത്തെ ഒരു ബാത്റൂമേ ഉള്ളായിരുന്നു, ഇനി എനിക്ക് ഒരു 2 ബാത്റൂം ഇന്ന ഏരിയയിൽ വരണം. അതുപോലെ തന്നെ നേരത്തെ ഒരു കോമൺ ടോയ്ലറ്റ് ആയിരുന്നു, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടതൊരു ക്ലോസ്ഡ് പുതിയ ടോയ്ലറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് വേണം. ഇങ്ങനെയുള്ള ഒത്തിരിയധികം റിക്വയർമെൻറ്റ്സ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണും. നമ്മൾ ഒരാൾ വീട് പുതുക്കി പണിയാൻ തീരുമാനിക്കുമ്പോൾ ചിലപ്പം പണ്ട് വീടുകൾ വെച്ചപ്പോൾ ഒരു വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും ആയിരിക്കത്തില്ല വെച്ചത്. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും പറഞ്ഞു ഇത് വാസ്തുപരമായിട്ട് തെറ്റാണ്, ഇങ്ങനെ മാറ്റി ചെയ്യണം എന്നുള്ള രീതിയിൽ റിനോവേഷൻസിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിനോവേഷൻസ് വരുമ്പോൾ ക്ലയൻറ്റുമായിട്ട് ഒരു പ്രോപ്പർ ഡിസ്കഷനും അതോടൊപ്പം തന്നെ നല്ല ഒരു ബ്രീഫിങ്ങും ഞാൻ എൻ്റെ റിനോവേഷൻ പ്രൊജക്റ്റുകളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ റിനോവേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആ ഡിസ്കഷനിൽ കൂടി അല്ലെങ്കിൽ ആ ബ്രീഫിങ്ങിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു നല്ല ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല എൻജിനീയർ അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവിടെ ആ സൈറ്റിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അടുത്ത ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഉള്ള റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഹോം അത് ഉള്ളിടത്ത് ആ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ എൻജിനീയർ നമ്മുടെ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മുടെ റിനോവേഷൻ പ്ലാന് തയ്യാറാക്കാവൂ. അത് വേറെ ഒന്നുമല്ല, അവിടെ സൈറ്റിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പം ഒരു ഏകദേശം നമ്മളൊരു 25 വർഷമായ സൈറ്റാണ് എന്ന് വിചാരിക്കുക. ആ സൈറ്റിൽ നമ്മളെ സ്ട്രക്ചറൽ കണ്ടീഷൻസ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അത് ആ ക്ലയൻറ്റിന് ഓർമ്മ കാണത്തില്ല, അല്ലെങ്കിൽ അതിന് അറിയത്തില്ലായിരിക്കാം. നമ്മൾ തീർച്ചയായിട്ടും ഒരു എൻജിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഫൗണ്ടേഷന് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വോൾസ് ഇനി ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കൺസ്ട്രക്ഷന് മെത്തേഡ്സ് ഡിസൈൻ മെത്തേഡ്സ് എല്ലാം തന്നെ ആ ഒരു വിസിറ്റിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു വിസിറ്റിൽ സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഡിസൈൻ പാരാമീറ്റേഴ്സ് ഏത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ആ എൻജിനീയർ അല്ലെങ്കിൽ ആ ആർക്കിടെക്ചറൽ ഡിസൈനർ മനസ്സിലാക്കിയിരിക്കണം. അതിനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സൈറ്റ് വിസിറ്റ് നടത്തണം. ഇനി വേണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു പിറ്റ് ഇപ്പോഴത്തെ ഫൗണ്ടേഷനോടൊപ്പം തന്നെ ചേർത്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒത്തിരി അധികം പൊളിക്കലുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എങ്കിൽ അത് നമുക്കവിടെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് മുകളിലേക്കൊരു നില കൂടി എടുക്കണം, നമ്മൾ ഇപ്പോഴത്തെ ഉള്ള എക്സിസ്റ്റിംഗ് വോൾസിൻ്റെ മണ്ടയ്ക്കൂടെ തന്നെ നമുക്കത് ചെയ്തു പോകാൻ പറ്റുമോ? എക്സ്ട്രാ ഒരു പില്ലർ, ഒരു ബീം അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിവർ സെഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പോഴത്തെ പുതിയ മെത്തേഡ്സ് ആയിട്ടുള്ള റീബാറിങ് അല്ലെങ്കിൽ ഐ സെക്ഷൻസ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡിസൈൻ, അതായത് നമ്മുടെ ക്ലയൻറ്റ് ആഗ്രഹിച്ച പ്രകാരം തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാമോ എന്ന് ആ സൈറ്റ് വിസിറ്റിൽ കൂടി നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില കോംപ്രമൈസുകൾ, അതായത് ഇന്ന ഭിത്തി പൊളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉണ്ടെങ്കിൽ അത് ക്ലയൻറ്റിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇപ്പോഴത്തെ ആ സ്ട്രക്ചറിൻ്റെ, അതായത് ഇപ്പോഴത്തെ ആ വീടിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഭിത്തികളിലൊക്കെ നനവുണ്ടോ, പ്ലാസ്റ്ററിങ് ഒക്കെ ഇളകി വരുന്നുണ്ടോ, പഴയ കോൺക്രീറ്റിനൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അവിടെ പൊട്ടിച്ച് ചെയ്യണോ എന്നൊക്കെയുള്ള സജഷൻസ് പ്രോപ്പറായിട്ട് നമുക്ക് നൽകണമെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സൈറ്റ് വിസിറ്റിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം, ഒരു പഴയ വീടിൻ്റെ ഒരു 25 വർഷം പഴയ വീടിൻ്റെ ഫോട്ടോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ഒരു പഴയ ഒരു ഡിസൈനാണ്, ഇതൊരു അപ് ടു മാർക്കറ്റ് ഡിസൈൻ അല്ല. നമ്മുടെ ക്ലയൻറ്റിന് ഇതിനെ ഒരു പുതിയ ഡിസൈനിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ
നമുക്ക് അകത്ത് കുറച്ച് ഫങ്ഷണലായിട്ടുള്ള ചേഞ്ചസും വരുത്തണം. എക്സാമ്പിളായിട്ട് നമ്മൾ ലിവിങ് റൂമും ഡൈനിങ് റൂമിലും ലൈറ്റിങ് വളരെ കുറവാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട് ക്ലയൻറ്റിന്, വെട്ടം കുറവാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷന് വലിയൊരു ആർച്ചും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള വീടല്ല. ഫ്ലോറിങ് വളരെ മോശമാണ്. ഓപ്പൺ കിച്ചണിലേക്ക് എനിക്ക് മാറ്റണം. ഇതൊരു ക്ലോസ്ഡ് കിച്ചണാണ് ഇപ്പോൾ ഉള്ളത്. ഓപ്പൺ കിച്ചണിലേക്ക് മാറ്റണം. അതോടൊപ്പം തന്നെ ബാത്റൂമിൻ്റെ ഫെസിലിറ്റികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോഴ് ഉള്ളത് ഒരു തട്ട് കൊടുത്തിട്ടുള്ള അകത്തോട്ട് നമ്മുടെ വോളിൽ നിന്ന് അകത്തോട്ട് കയറിയിട്ടുള്ള ടൈപ്പ് ഷെൽഫുകളാണ് നമ്മൾ ബെഡ്റൂമിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോക്കേസിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മാറ്റി എൻ്റെ വീടിൻ്റെ അകവും പുറവും എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്ത് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഒരു വീടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം അത് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു, അതിൻ്റെ ഓരോ കാര്യങ്ങളുടെ മെഷർമെൻറ്റ്സ് നമ്മളെടുത്തു, അതിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മളുടെ ഓഫീസിൽ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റീഡിസൈൻ പ്രോസസ്സ് നമ്മൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ റീഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാനാണ്. അതായത് നമ്മൾ ഈ ഒരു സൈറ്റ് എന്നുള്ളതല്ല, നമ്മൾ ഏതൊരു റിനോവേഷൻ സൈറ്റിലും നമ്മൾ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു പുതിയ പ്ലാന് നമ്മുടെ ക്ലയൻറ്റിന് കൊടുത്തിരിക്കണം. അതായത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടും അതോടൊപ്പം സൈറ്റ് വിസിറ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്റ്റ് പുതിയ ഒരു പ്ലാന് നമ്മുടെ കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ പുതിയൊരു വീട് വെക്കുന്നത് പോലെ തന്നെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം. അതായത് ഫർണിച്ചർ ലേഔട്ട്, നമ്മുടെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നതിൻ്റെ ഡ്രോയിങ്സ്, ഇലക്ട്രിക്കൽ ലേഔട്ട്, അങ്ങനെ എല്ലാ ഡ്രോയിങ്സും നമ്മൾ ഒരു പുതിയ വീടിന് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സൈറ്റുകളിൽ നമ്മളുടെ എങ്ങനെയാണ് നമ്മളിതിൻ്റെ എക്സിക്യൂഷൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ വീട് വരാൻ പോകുന്നതെന്ന് നമുക്ക് ക്ലയൻറ്റിന് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പഴയ പ്ലാന് അവരെ കാണിക്കുക, അതോടൊപ്പം തന്നെ പുതിയ, അതായത് എൻ്റെ വീട് റിനോവേറ്റ് ചെയ്ത ശേഷം എങ്ങനെ വരും എന്നുള്ള പ്ലാന് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ക്ലയൻറ്റിനെ നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെയൊക്കെ പൊട്ടിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പില്ലറുകളും ബീമുകളും ഇങ്ങനെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യുന്നതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു നല്ല റീഡിസൈൻഡ് 3D ക്രിയേഷനും കൂടെ നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണെങ്കിലും സൈഡ് വ്യൂസ് ആണെങ്കിലും പ്രോപ്പർ വ്യൂസ് പുതിയ വീട് എങ്ങനെ വരും എന്നുള്ളത്. അല്ല, പുതിയ വീട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീമോഡൽ ചെയ്യുന്ന വീട് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുന്ന വീട് എങ്ങനെ വരും എന്നുള്ള 3D ഡിസൈനും കൂടെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ആ വീടിൻ്റെ തന്നെ റീമോഡൽ ചെയ്ത് വരുന്ന ഡിസൈനാണ് ഞാനിപ്പോൾ സ്ക്രീനിലൂടെ കാണിക്കുന്നത്. നമ്മളുടെ ക്ലയൻറ്റുമായി ഡിസ്കസ് ചെയ്ത് ആ ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ കൊടുത്ത് അതിന് ശേഷമുള്ള ഫൈനൽ 3D ഇമേജും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ച ആ ഒരു ബജറ്റിനനുസരിച്ചുള്ള ഒരു 3D ഇമേജ് കൂടെ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ പുതിയ ഒരു വീട് പണിയുന്നത് പോലെ തന്നെ ആ സെയിം പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ ആ റിനോവേഷൻ്റെ പ്രോസസ്സും ഡിസൈൻ പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു റിനോവേഷൻ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആർക്കിടെക്റ്റിന് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സുതാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ മെത്തേഡിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. അതായത് നമ്മൾ ആദ്യമേ ക്ലയൻറ്റുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നു, അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു. സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ആ സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള പുതിയ റീഡിസൈൻഡ് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നു, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് സബ്മിറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ 3D ഡിസൈനും സബ്മിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മളുടെ ക്ലയൻറ്റുമായിട്ട് ഫൈനലായിട്ട് ഒന്നും കൂടി ഇരുന്ന് നമ്മളതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് ഫുള്ള് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫൈനൽ ബഡ്ജറ്റിംഗ് കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ഒരു ബ്രീഫിങ്ങിന് ഇരിക്കുന്നു എന്നുള്ളത്. ആ സമയത്ത് ക്ലയൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു വീട് റിനോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം.
എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ എൻജിനീയറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കാരണം വേറൊന്നുമല്ല, എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്ത് റീഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനകത്ത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് ഒരു പുതിയ വീട് പണിയാൻ ഏകദേശം ഒരു ഫുൾ ഫിനിഷ്ഡ് വീട് ഒരു 2400 2500 രൂപയാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഏകദേശം ഒരു 60% പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫുൾ സ്ട്രക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഫൗണ്ടേഷൻ, കോൺക്രീറ്റിങ്, ബ്രിക്ക് വർക്ക്, പ്ലാസ്റ്ററിങ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 1300 1350 രൂപ പെർ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാക്കി വരുന്ന 1000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ളൊരു തുകയാണ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് വീട് ഫിനിഷ് ചെയ്യാൻ വേണ്ടത്. ഫിനിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വുഡ് വർക്കുകൾ വരും, ടൈൽ വർക്കുകൾ വരും, വയറിംഗ് വർക്കുകൾ വരും, അതായത് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ വരും, പ്ലംബിംഗ് വരും, പെയിൻറ്റിങ്, പോളിഷിങ് ഒക്കെ വരും. അപ്പോൾ ഏകദേശം ഒരു 1000 രൂപ എന്ന് വിചാരിക്കുക. തീർച്ചയായും നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 1000 രൂപയെങ്കിലും സ്ക്വയർ ഫീറ്റിന് ഒരു വീട് ഫുള്ളി റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീടിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത്രയും രൂപ നമുക്ക് വരും. ഈ എന്താ പറഞ്ഞാൽ ഒരു 1300 രൂപ സ്ട്രക്ചറിന് വരുവാണെങ്കിൽ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തുള്ള ഒരു 1000 രൂപയാണ് ഫിനിഷിങ്ങിന് വരുന്നത്. നമ്മളൊരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റൂമിൻ്റെ ഡോറ് പൊട്ടിക്കുന്നു, ഭിത്തികൾ പൊട്ടിക്കുന്നു. അപ്പം ആ ടൈല്, അത്രയും ഏരിയയുടെ ആ ടൈല് നമ്മൾ മാറേണ്ടതായിട്ട് വരും. അത്രയും ഏരിയയുടെ വയറിങ് നമ്മൾ മാറേണ്ടതായിട്ട് വരും. ആ ബാത്റൂമിലെ സാനിറ്ററി ഫിറ്റിങ്സ് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാറേണ്ടി വരും. പിന്നെ പെയിൻറ്റിങ്, പോളിഷിങ്, കാര്യങ്ങൾ ഫിനിഷിങ് വേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന ഏരിയയുടെ ഏകദേശം ഒരു 1000 രൂപ പെർ സ്ക്വയർ ഫീറ്റെങ്കിലും നമുക്ക് റിനോവേഷൻ ചാർജസ് ആയിട്ട് നമുക്ക് വന്നെന്നിരിക്കാം. അത് ഡിപ്പെൻസ്. ഞാനൊരു റഫ് എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈ 3D ഡിസൈനോടെ കിട്ടിയതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഐറ്റം വൈസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടുള്ള നമ്മളുടെ റിനോവേഷൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോവുകയാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് ഏച്ച് കെട്ടി മുഴച്ചിരിക്കുന്ന ഒരു ഫീലില്ലാത്ത ഒരു നല്ല പ്രോപ്പർ ഡിസൈനുള്ള ന്യൂലി റിനോവേറ്റഡ് ഹോം നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ റീഡിസൈൻ പ്രോസസ്സിൽ കൂടി പോയി നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റിംഗ് ചെയ്ത് നമുക്ക് റിനോവേഷൻ ചെയ്യാൻ സാധിക്കട്ടെ. ഹോം റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.